സംസ്ഥാനം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനം വഴി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് പുരോഗതിയാണ് കൈവരിക്കാനായത് എന്ന് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾക്ക് ആശ്രയിക്കേണ്ട സ്ഥാപനം എന്നതിലുപരി പ്രാദേശിക വികസനത്തിന്റെ സർക്കാരുകളാണ് നാം പറയുന്ന പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എന്നൊക്കെ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ വാർഷിക ബജറ്റിന്റെ 1/3 പദ്ധതി വിഹിതമായി ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട്. മാത്രമല്ല വിവിധ വകുപ്പുകളും അവയുടെ ഉദ്യോഗസ്ഥരെയും വിട്ടു നൽകിയിട്ടുമുണ്ട് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ ഫണ്ടും അധികാരവും നൽകിയിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തിലൂടെ ജനങ്ങളെ സേവിക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും സുതാര്യമല്ലാത്ത ഭരണമാണ് ഈ പറയുന്ന മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിന്റെ വിനിയോഗത്തിലും വലിയ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനുമായി വകയിരുത്തുമ്പോൾ അത് അർഹതപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് താഴെത്തട്ടിലേക്ക് വിനിയോഗിക്കപ്പെടാതെ വഴിമാറിപ്പോകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഇഷ്ടക്കാർക്കും പോക്കറ്റ് വീർപ്പിക്കുവാനുമുള്ള ഒരു സംവിധാനമായി ഇന്ന് പഞ്ചായത്ത് ഭരണങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധികാര വിനിയോഗത്തിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ, ആ അപജയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് SDPIയുടെ ജനപ്രതിനിധികൾ കഴിഞ്ഞ 5 വർഷമായി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരള ജനത നൽകിയിട്ടുള്ള 100-ലധികം വരുന്ന SDPIയുടെ ജനപ്രതിനിധികൾ പഞ്ചായത്തിലുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്, കോർപ്പറേഷനിലുണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലുമായി ഈ കേരള ജനത നൽകിയ 100-ചില്ലറ സീറ്റുകളിൽ SDPIയുടെ ജനപ്രതിനിധികൾ സംസ്ഥാനത്തിന് തന്നെ റോൾ മോഡലാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവരുടെ വാർഡുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുന്നതിനും അഴിമതിരഹിതവുമായ കൃത്യനിർവഹണത്തിലും ഇവർ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കൂടാതെ ഭീതിതമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ പൗരന്മാരുടെ പൗരത്വം പോലും നിഷേധിച്ച് വഴിവിട്ട രീതികൾ സ്വീകരിക്കുകയും വോട്ടവകാശം നിഷേധിച്ച് ജനാധിപത്യം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന RSS നിയന്ത്രിത ഫാസിസ്റ്റ് സർക്കാരിനെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിൽ പ്രഖ്യാപിത നിലപാടുള്ള പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അത് എല്ലാവർക്കും ഇന്ന് രാജ്യത്ത് അറിവുള്ള ഒരു കാര്യമാണ്. അതിവിടെ മുസഫിർ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ കാണിക്കുമ്പോഴും കടുത്ത പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്ധിയില്ല ഫാസിസ്റ്റ് വിരോധം തീർക്കുന്നവരാണ് SDPI ജനപ്രതിനിധികളെന്ന് ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. നിലപാടുകളിൽ ഉറച്ചു നിന്ന് അഴിമതിയില്ലാത്ത വികസനത്തിനും അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കുന്നതിനും SDPI സ്ഥാനാർത്ഥികൾക്ക് കന്നഡ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമെന്ന് ആമുഖമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ SDPI ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഈ കടവത്തൂരങ്ങാടിയിൽ നിരവധി തവണ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 2009 ജൂൺ മാസം 21-ാം തീയതി അങ്ങ് ഡൽഹിയിൽ വെച്ച് ഈ പ്രസ്ഥാനം പ്രഖ്യാപിക്കുമ്പോ
വളരെ കൃത്യമായ കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടു, അതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ എതിരാളിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച നവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇതിൽ അംഗത്വം എടുക്കുന്നതിന് നിങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യക്കാരനാണ് എങ്കിൽ നിങ്ങൾ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ജൈനനാവട്ടെ, ബുദ്ധനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ദളിതനാവട്ടെ, ബ്രാഹ്മണനാവട്ടെ, നിങ്ങൾ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കാം. ആ മെമ്പർഷിപ്പ് സ്വീകരിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം സഞ്ചരിക്കുമ്പോ നിങ്ങൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ ഒന്നാമത്തേത് ഈ രാജ്യത്തെ ജനങ്ങളോട് ഒട്ടുനിൽക്കുകയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം സഞ്ചരിക്കണം. രണ്ടാമത്തേത് സാമൂഹിക തിന്മകളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം. മൂന്നാമത്തത് ഈ രാജ്യത്തിന്റെ ശത്രുവായ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രുവായ, ഈ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിന്റെ ശത്രുവായ, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനയെ തകർക്കുന്ന, ഈ രാജ്യത്തെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ഈ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകളെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്തു കഴിയുമെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച RSS സംഘപരിവാര ശക്തികളോട് യാതൊരു നിലയിലുമുള്ള സന്ധി സംഭാഷണങ്ങളോ സൗഹാർദ്ദങ്ങളോ അഡ്ജസ്റ്റ്മെന്റുകളോ സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. ഇത്രയേ നിങ്ങൾ രാജ്യത്ത് പറഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം 2 മുദ്രാവാക്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്, ഈ രാജ്യത്ത് വിശപ്പുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, ആ ആളുകളുടെ വിശപ്പ് മാറ്റിക്കൊടുത്ത് വിശപ്പില്ലാത്ത ഒരു ഇന്ത്യ പണിയണം. ആർക്കും വിശപ്പില്ലാത്ത ഒരു ഇന്ത്യ പണിയണം, വിശപ്പിൽ നിന്ന് മോചനം. രണ്ടാമതോടൊപ്പം ഞങ്ങൾ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. ഈ രാജ്യം ഭയങ്കരമായ ഭയവിഹ്വലതയിലാണ് രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഭയത്തിൽ നിന്നൊരു മോചനം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാവണം. ഈ 2 മുദ്രാവാക്യങ്ങൾക്കും എതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ആർക്കാണ് ഇവിടെ വിശപ്പെന്ന് കടവത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ പാനൂരിന്റെ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഗൾഫ് പണത്തിന്റെ ഒരു വരവിലൂടെ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി നല്ലൊരു വീട് വെച്ച് നല്ലൊരു വാഹനം വാങ്ങി സന്തോഷകരമായി ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപക്ഷെ ചോദ്യം വന്നേക്കാം. പക്ഷെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു ഈ രാജ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചു. ആ പഠനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പട്ടിണിയാണ്. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ്. അത് തിരിച്ചറിഞ്ഞ ഞങ്ങൾ കൃത്യമായി ആ 2 മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഇവിടെ മുസഫിർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ എല്ലാവരെയും ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു 2020 നമ്മുടെ തൊട്ട് പ്രദേശത്ത് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരു വീട്ടിൽ എന്റെയും നിങ്ങളുടെയും മക്കളെ പോലെ കളിച്ചു ചിരിച്ച് സ്കൂളിലേക്ക് പോയ പിഞ്ചു ബാലികയെ ആ സ്കൂളിലെ അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെട്ട വാർത്ത അറിഞ്ഞ് എത്തിയവരായിരുന്നു നമ്മളെല്ലാം. ആ വിഷയം വാർത്തകളായി, സമരങ്ങളായി, പോലീസായി, കേസായി, അന്വേഷണമായി. ഇപ്പൊ അവസാനം പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലടക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു മഹാസംഭവം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പൊതുയോഗം 2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റുമോ എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് ഞങ്ങളോട് ചോദിച്ചു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണവും ചെറിയൊരു വിശദീകരണവുമാണ് ഞങ്ങൾക്ക് ഇന്ന് നടത്തിയാൽ തിരക്കേടില്ല. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഇലക്ഷൻ പ്രചരണം, ഹൗസ് ക്യാമ്പയിനൊക്കെ നമ്മൾ തിരക്കിലേക്ക് പോകുകയാണ്.
അങ്ങനെയെങ്കിൽ നിങ്ങളതൊന്ന് പരിപാടി വെട്ടിച്ചുരുക്കി പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് പോലീസുകാരുടെ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞത്. എന്തോ ഒരു മഹാസംഭവം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച്, മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് SDP. 16-17 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾ ഈ രാജ്യത്ത് മൂലകളിൽ, കവലകളിൽ, ടൗണുകളിൽ, ഗ്രൗണ്ടുകളിൽ, വയലുകളിൽ, വീടുകളിൽ ഞങ്ങൾ കയറി ചെന്നു. ഞങ്ങളുടെ ഈ മുദ്രാവാക്യവും ആശയവും ആദർശവും ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് പരിഹാസങ്ങൾ നടത്തിയവരുണ്ട്. രാഷ്ട്രീയ ശ്മശാനത്തിലെ ഒരു മീസാൻ കല്ലുകൂടി ഇതാ വരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഒരു 1400 ചില്ലറ പ്രസ്ഥാനങ്ങൾ, രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോ ഇനിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളി ഈ നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിയും രാഷ്ട്രത്തിന്റെ പുരോഗതിയും മാത്രം ലക്ഷ്യം വെച്ച് 16 വർഷങ്ങൾ ഞങ്ങൾ പിന്നിട്ട് മുന്നോട്ട് നടന്നപ്പോ ഈ കേരളത്തിൽ 100-ലധികം പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കിയെടുത്ത് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ 4ഓളം പഞ്ചായത്തുകൾ സ്വന്തവും 3 പഞ്ചായത്തുകൾ കോൺഗ്രസിന്റെയും വെള്ളിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടെ ഞങ്ങൾ ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോ അങ്ങ് UP ജില്ലാ പഞ്ചായത്തിലേക്ക് 2 പ്രതിനിധികളെയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് 800-ലധികം ജനപ്രതിനിധികളെ സൃഷ്ടിച്ചെടുത്ത് കേവലം 16 വർഷം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു മുന്നണികളുമായി കൂട്ടുകൂടാതെ സ്വന്തമായി മത്സരിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണിക്കുമെന്ന് ഉറപ്പുകൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ ഈ നാട്ടിലെ ജനത നൽകിയ അംഗീകാരമാണത്. ആ അംഗീകാരത്തെ ഇല്ലായ്മ ചെയ്തു കളയുന്നതിന്, അല്ലെങ്കിൽ ആ ജനങ്ങളെ SDP-യിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി ചില പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഈ 2025 നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ആ പറയുന്നവരെ കുറിച്ച് സഹതപിക്കുകയല്ലാതെ വേറെ മാർഗമാണ്. ഇവിടെ പാലത്തായി വിഷയവുമായി ബന്ധപ്പെട്ട് KK ശൈലജ ടീച്ചറുടെ പ്രസ്താവന കണ്ടു. ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് SDP ആണ്. ആ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് SDP ആണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന. ഏത് തമ്പ്രാന്റെ മുന്നിലും തല ഉയർത്തിപ്പിടിച്ച് നീ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ. ഞാൻ തമ്പ്രാനെന്ന് വിളിക്കുമ്പോ പഴയ തമ്പ്രാക്കന്മാരല്ല, അഭിനവ തമ്പ്രാക്കന്മാര് നമ്മുടെ നാട്ടിലും പരിസര പ്രദേശത്തൊക്കെ ഉണ്ട്. ആ തമ്പ്രാനോട് അരുതക എന്ന് പറയണമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ടീച്ചറെ വളരെ കൃത്യമായി പറയാം, ചുരുക്കി പറയാം, ഞങ്ങൾ CM-ന്റെ കൂടെയോ ഇവിടെ മുസഫിർ സൂചിപ്പിച്ചതുപോലെ ഏക്കർ കണക്കിന് പറമ്പ് എഴുതി കൊടുത്തിട്ട് ഏതെങ്കിലും അടച്ചിട്ട റൂമിലിരുന്നിട്ട് സന്ധി സംഭാഷണം നടത്തുന്നവരോ അല്ല. RSSനോട്, സംഘപരിവാര പ്രസ്ഥാനങ്ങളോട് കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. എന്നെ കേൾക്കുന്ന കടവട്ടൂരിന്റെ പൗരാവലിക്കറിയാം, ഞങ്ങൾ ഇവിടെ ജനിച്ചവരാ, ഇവിടെ ജീവിക്കുന്നവരാ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് 2009 സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ കടവട്ടൂരിലെ SDP-യുടെ പ്രവർത്തകരും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടിപിടിച്ചവരാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാലും, ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവർ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പിളർന്നിട്ടുണ്ടായ പ്രസ്ഥാനമല്ലത്. ഏതെങ്കിലും ഒരു നേതാവിനെ പുറത്താക്കിയതിന്റെ പേരിൽ അയാൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലത്. ആർക്കെങ്കിലും നേതാവായി കളയാൻ അവരുണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമല്ലത്. ഇത് ഈ രാജ്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും വിളിച്ചു പറഞ്ഞ് നിങ്ങൾ വരണമെന്ന് ഞങ്ങളുടെ മുൻ ദേശീയ പ്രസിഡന്റ് അബൂബക്കർ സാഹിബ് വിളിച്ചപ്പോ അതിന്റെ കൂടെ ചെന്നവരാ. അങ്ങനെ കടന്നു വന്നവരിൽ CPIM-ന്റെ കൊടി പിടിച്ചവരുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചവരുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചവരുണ്ട്, എന്തിനേറെ പറയണം BMS-ന്റെയും BJP-യുടെയും കൊടി പിടിച്ചവർ വരെ ഇന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പരസ്പരം സഹോദരന്മാരെന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ.
ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എല്ലാ മുദ്രാവാക്യങ്ങളും ഉയർത്തിയപ്പോ ശൈലജ ടീച്ചറോടും ജയരാജൻ സഖാവിനോടും ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ഈ ഇന്ത്യയുടെ മണ്ണിൽ പറഞ്ഞത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല, ഉള്ളത് ഒരൊറ്റ ശത്രു മാത്രമാണ്, അത് സംഘപരിവാരമാണ്, RSS ആണ്. CPM-വുമായി ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, വിയോജിപ്പുകളുണ്ട്. എതിർപ്പില്ല, ശത്രുതയില്ല. ശത്രുതയുണ്ട് ഞങ്ങൾക്ക്, അത് രാജ്യത്ത് RSS-നോടാണ്. അത് കാരണമുള്ളത് കൊണ്ടാണ്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഷകളിലും ഞങ്ങൾ വിളിച്ചു പറയുന്നത് അവർ ഈ രാജ്യത്തെ രാഷ്ട്രപിതാവിനെ കൊന്നവരായതുകൊണ്ടാണ്. അവർ ഈ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അവർ ഈ രാജ്യത്തെ സാമൂഹിക പ്രവർത്തകരെ വെടിവെച്ച് കൊല്ലുന്നത് കൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ പൗരന്മാരെ പേപ്പട്ടികളെ തല്ലിക്കൊല്ലുന്നത് പോലെ ഉത്തരേന്ത്യയുടെ മണ്ണിലെ തല്ലിക്കൊല്ലുന്നത് കൊണ്ടാണ്. ഈ രാജ്യത്ത് എല്ലാവരും പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, സൗഹാർദ്ദത്തെക്കുറിച്ചാണ്, പാരസ്പര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അവരുടെ അജണ്ടയിൽ അങ്ങനെ ഒരു വാക്കില്ല, അവരുടെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല. അവർക്ക് ഈ രാജ്യം തകർക്കണം, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. ഒരു നിലയിലും നമ്മൾക്ക് സഹകരിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത പ്രത്യയശാസ്ത്രം 925 എഴുതി വെച്ച് ഈ രാജ്യത്ത് അന്ന് തുടങ്ങിയ പണി 100 വർഷം തികയുമ്പോ ഈ രാജ്യം തകർക്കാനുള്ള പരിശ്രമം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരചരട് കെട്ടിയവനൊന്നുമല്ല RSS. അതൊക്കെ കച്ചറുണ്ടാക്കാനും കണ്ണു കുടിക്കാനും പ്രശ്നങ്ങളിൽ പെടുമ്പോ രക്ഷപ്പെട്ടു പോകാനും ഈ പപ്പൻ മാഷ പോലെ ഈ ബാലപീഡനം നടത്തിയാലും രക്ഷപ്പെടുത്താൻ ആള് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ആ പ്രസ്ഥാനത്ത് പോയി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂ. ഒരാൾ പോവാൻ നോക്കൂ. ഞങ്ങൾ ഈ രാഷ്ട്രീയമാണ് രാജ്യത്ത് പറയുന്നത്. ഈ രാഷ്ട്രീയം പറയുമ്പോ ഇവിടെ CPM-കാരുടെ വലിയ ക്രിമികടിയാണ്. CPM-കാരൻ പറയുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ്. എല്ലായിടത്തും ഗോവിന്ദമാഷിന്റെ പ്രസ്താവന നോക്കും, പിണറായി വിജയന്റെ പ്രസ്താവന പരിശോധിക്കും, CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന പരിശോധിക്കും, LDF-ഉം UDF-ഉം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഗാഫിർ സ്ക്രീൻഷോട്ട് നോക്കുക. ഇവിടെ മുസഫർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് 2 നിലപാട് സ്വീകരിക്കുന്നു. എല്ലാ നിലയിലും മതതീവ്രവാദം പറയുക, തീവ്രവാദം പറയുക. എന്റെ പൊന്നാര സഖാക്കളെ, എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദം? ഇതിനൊരു മറുപടി നിങ്ങൾ തരണമെന്ന് കണ്ണൂരിൽ സ്റ്റേജ് കെട്ടി സാക്ഷാൽ പിണറായി വിജയനെ, സർ നിങ്ങളൊന്ന് വരണം, നമുക്കിതൊരു സംവാദം നടത്താം, ജനങ്ങളെ മുന്നിലേക്ക് വെക്കണം, എന്താണ് തീവ്രവാദം, എന്താണ് ഭീകരവാദമെന്ന് അതൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ മറുപടി തരാൻ CPIM-ന്റെ ഒരു നേതാക്കന്മാരും തയ്യാറാവുന്നില്ല. കടവത്തൂരിനെ വെച്ച് പറയുമ്പോ ഞങ്ങൾ പലയിടത്തും പറഞ്ഞു, ഞങ്ങൾ ഈ പഴയത് പറയണ്ട, ഞങ്ങൾ ഞങ്ങളെ വഴിയിൽ പോകാമെന്ന് കരുതുമ്പോ ഇവിടെ ജനങ്ങൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിനകത്ത് പരിശോധിക്കുമ്പോ ഈ പഞ്ചായത്തിനകത്ത് ജീവിക്കുന്ന നിവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സഖാക്കളെ. അതൊന്നും എടുത്തു പറയാൻ അപ്പുറത്ത് UDF ഭരിക്കുമ്പോൾ പ്രതിപക്ഷക്കാരായ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വയ്യ. കാരണം ഓതിവെപ്പ് നടക്കുക, ഓഹരി വെപ്പാണ് നടക്കുന്നത്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തില് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ പരമാവധി ലേറ്റാക്കുക. അവസാനം തരുന്ന കടലാസിനകത്ത് ബാധകമല്ല എഴുതി തരിക. ക്യാമറ ഫിറ്റ് ചെയ്തതിന് 10 ലക്ഷം രൂപ ചെലവായെന്ന് പറയാ. നിർത്താതെ വിവരാവകാശവുമായി ഞങ്ങൾ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിനകത്തുണ്ടാകും. ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, നിങ്ങളുടെ അഴിമതിയുടെ രാഷ്ട്രീയം, നിങ്ങളുടെ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, തൃപ്പങ്കോട്ടൂരിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരും. ഇനി നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെ ഓടുന്ന കടവത്തൂരിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർ ഒരു സുഹൃത്തിനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, വീട്ടിലേക്ക് ഓട്ടോ കൂട്ടി പോവാ, അങ്ങനെ പണിയൊന്നും പറയേണ്ട സഹോദര, എന്താ പ്രശ്നം? രാവിലെ വന്നാൽ രാത്രി വരെ ഓടിയാൽ തുച്ഛമായ പൈസ കിട്ടും. കാരണം ഇപ്പൊ അധികടുത്തും ബൈക്കായി, കാറായി, അങ്ങനെയൊക്കെ ആയി.
ഈ കിട്ടുന്ന സംഖ്യ എന്തിനു ഉപയോഗിക്കാൻ പറ്റുന്ന അറിയോ നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ വീട്ടിലെ ചെലവിനല്ലേ, അതിന് തികയുന്നില്ല. കാരണം എന്താണെന്ന് അറിയുന്നത്, ഈ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിന്റെ അകത്തളങ്ങളിലുള്ള റോഡുകളിലൂടെ ഓട്ടോറിക്ഷയും സ്കൂട്ടറും ഒക്കെ ഓടിയാൽ ആ സമ്പാദിക്കുന്ന പണം ഓട്ടോറിക്ഷ റിപ്പയർ ചെയ്യാൻ വർക്ക്ഷോപ്പ് കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. ബാക്കി വരുന്നത് അങ്ങ് വടകര 50 കുരുക്കളെടുത്ത് പോയിട്ട് ഊരവേദനയ്ക്ക് തടയിക്കാൻ തികയുന്നുള്ളൂ എന്ന് ആ ഓട്ടോ തൊഴിലാളി പറയുന്നു വേദനയോടെ. ഞങ്ങൾക്കിവിടെ ജീവിക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു വോട്ട് ബാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവാം. നിങ്ങൾക്ക് ആരെ കൊണ്ടുപോയി നിർത്തിയാലും നിങ്ങൾക്ക് വോട്ട് ചെയ്തു വരുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന അഹങ്കാരം, ആ അഹങ്കാരം ജനങ്ങൾ ഇപ്പോ തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങള് പരസ്പരം മത്സരിക്കുക, നിങ്ങൾ റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുക, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുക. ജനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധ്യവുമില്ല. ഞാനിവിടെ പറഞ്ഞു, സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് 1/3 നിങ്ങൾക്ക് നൽകുന്നു, അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാരെ നൽകുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് താഴേക്കിടയിലേക്ക് വികസനം എത്തിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഇവിടെയുള്ള UDF 10-9 വർഷക്കാലമായി പരാജയപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാറ് എന്തിനുള്ളതാണെന്നറിയോ? അത് ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ, ഇത് ഗർഭക്കൂട്ടലിന് പോകാനും കല്യാണത്തിന് പോകാനും സൽക്കാരത്തിന് പോകാനും ഈ വണ്ടി ഇങ്ങനെ ഓടുക. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിന്റെ വണ്ടി കാണാം അങ്ങ് കുറ്റ്യാടിയിൽ ഗർഭസൽക്കാരത്തിന് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന തൃപ്പങ്കോട്ടൂരിലെ പൗരാവലിയോട് ഞാൻ പറയുന്നു, മുഖത്ത് വിരൽ ചൂണ്ടി ചോദിക്കും നിങ്ങൾ. ആ ചോദിക്കലിന് നിങ്ങൾക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ, ബ്ലോക്കുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ കന്നഡ അടയാളത്തിൽ SDP സാരഥികൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നിങ്ങളൊരു അവസരം താ, ഒരവസരം നിങ്ങൾ താ, പിടിച്ചു കെട്ടിത്തരാൻ ഞങ്ങൾ ഇവരെ. നിങ്ങൾ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് CPM-കാരന്റെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. വലിയ ബേജാറ CPM-കാരൻ എന്താണ്, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ SDP-ക്കാരൻ 4 ആൾ ജയിച്ചുപോയി കഴിഞ്ഞ പ്രാവശ്യം. അവിടെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ SDP-യുടെ മെമ്പർമാർ നടത്തിയപ്പോ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ചാനലുകൾ വരും, യൂട്യൂബ് ചാനലുകാരുണ്ടാവും. അങ്ങനെ ഓരോ ആളുകളും ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളെ വാർഡിലെ മെമ്പറെന്ന്. നല്ല മെമ്പറാ, ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു മെമ്പറെ കണ്ടിട്ടില്ല. കൊറോണ സമയത്ത് വലിയ സഹായം കിട്ടി, അല്ലെങ്കിൽ മറ്റവസരങ്ങളിൽ ഞങ്ങൾ സഹായിച്ചു, ഇതൊക്കെ പറഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ തുടങ്ങി. സഖാക്കളാ വീടുകളിലും പേടിപ്പിക്കാം, മാറ്റി പറയണം. ആ പാവങ്ങളൊക്കെ കൊണ്ട് മാറ്റി പറയുക. ഞങ്ങൾക്ക് പറഞ്ഞതല്ല, ഞങ്ങൾ നിർബന്ധിച്ച് പറയിച്ചതാണ്. എനിക്ക് വീട് കിട്ടിയെന്ന് ആരെങ്കിലും നിർബന്ധിച്ചാൽ പറയോ? എന്റെ വാട്ടിലെ റോഡ് നന്നായി നിർബന്ധിച്ചാൽ പറയോ? റോഡ് മോശം. ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ചാലിൽ പാറമേൽ ഭാഗത്തും നാറോളപ്പിഴയുടെ ഭാഗത്തും അത്തിരമ്പിഴയുടെ ഭാഗത്തും പോകുന്ന റോഡ് നല്ലതാണ് പറയുന്നത് 50,000 തരാന്ന് പറഞ്ഞാലും പറയാൻ പറ്റുമെന്ന് പ്രിയപ്പെട്ടവന്. ഏതാ അവസ്ഥ അവിടെ? ഓരോ വാർഡുകളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനം നടത്തിയപ്പോ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഇവിടെ തൊട്ടടുത്ത അയ്യൂർ പഞ്ചായത്തിൽ സാലിം അയ്യൂർ ഉൾപ്പെടെ SDP-യുടെ ജനപ്രതിനിധി അവിടെ റോഡ് ഇനി യാമനാൾ വരെ എത്തൂല എന്ന് കരുതിയെടുത്ത് റോഡ് എത്തിച്ചു കൊടുക്കുന്നു. ജനങ്ങൾ ഇഷ്ടപ്പെടില്ലേ? ഈ കോൺട്രാക്ടർമാരോട് കമ്മീഷൻ വാങ്ങി പോക്കറ്റ് വീർപ്പിക്കാതെ കിട്ടുന്ന തുക മുഴുവൻ റോഡിലിടണം. അപ്പോഴാണ് റോഡ് വികസിക്കുന്നത്. ആ തരത്തിൽ പ്രവർത്തനം നടത്തി ജനങ്ങളിടയിലേക്ക് SDP എത്തുമ്പോ ടീച്ചർക്കും ജയരാജൻ സഖാവിനൊക്കെ വലിയ വെപ്രാളാണ്. തീവ്രവാദം. ഞാൻ ചോദിച്ചു പലവട്ടവും, എന്താണ് സഖാക്കളെ തീവ്രവാദം? കടവത്തൂരിന്റെ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിച്ച് ഞാൻ പറയാം. തീവ്രവാദത്തിന്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും ചോദിച്ചതാ. നിങ്ങൾ അത്ര വലിയ മാന്യന്മാരൊന്നും ആകണ്ട. നിങ്ങൾ എല്ലാ കച്ചറ പരിപാടികളും മറ്റുള്ളവരെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെട്ടു പോകണ്ട. കടവത്തൂരിലെ CPM-കാരെ ഞങ്ങൾക്കറിയാം, കേരളത്തിലെ CPM-കാരെ ഞങ്ങൾക്കറിയാം, പശ്ചിമ ബംഗാളിന്റെ കാടുകളിലേക്ക് ഓടിയൊളിച്ച CPM-കാരെയും ഞങ്ങൾക്കറിയാം. പാലത്തായിലൊരു സംഭവം ഉണ്ടായി, ദൗർഭാഗ്യകരമായ സംഭവിക്കാൻ ആ കുട്ടിക്ക് അങ്ങനെ അനുഭവം വരാൻ പാടില്ലെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാം. അതിലെ പ്രതി ശിക്ഷിക്കപ്പെടട്ടെ. ടീച്ചർ പറയാം, ഞാനാണ് ആദ്യം DYSP വിളിച്ചത്. ടീച്ചറെ, നിങ്ങൾ എപ്പോഴാണ് ആ വിഷയം അറിഞ്ഞത്? നിങ്ങൾ എപ്പോഴാണ് ആ വിഷയം അറിയുന്നത്? എപ്പോഴാണ് ഈ വീട്ടുകാർ കുട്ടിയെയും കൊണ്ട് DYSP-യുടെ ഓഫീസിലേക്ക് പോകുന്നത്? ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തോ. നിങ്ങൾക്കൊരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം വെച്ച് 100 വോട്ട് നേടാനാണെങ്കിൽ കൊട്ടക്കണക്കിന് വോട്ട് ഞങ്ങൾ ചെയ്തു തരാൻ ടീച്ചറെ. ഒരു കുട്ടിയെയും കുടുംബത്തെയും പരിഹസിക്കരുത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എടുത്തോളി.
പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ കണ്ടതാ, എന്നെ കേൾക്കുന്ന പരിസര പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ളവർ കേൾക്കും. ഈ വിഷയവുമായി ഞാൻ മറ്റൊന്നും ഒരു അവകാശവാദവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിന് ക്രെഡിറ്റ് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിപ്പടർന്ന് സമരങ്ങളായി മാറി നീതിക്ക് വേണ്ടി ആ സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ടീച്ചറെ, ഈ കടവത്തൂർ അങ്ങാടിയില് ഞങ്ങൾ ആദ്യം വിളിച്ച ഇൻകുലാബ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, SDPI സിന്ദാബാദ്, അവിടെ നല്ലേ ടീച്ചറെ സമരങ്ങൾ തുടങ്ങിയത്? അവിടെ നല്ലേ ടീച്ചറെ സമരങ്ങൾ തുടങ്ങിയത്? ഞങ്ങളിവിടെ കയ്യേറ്റ്, ഞങ്ങളിവിടെ പ്രതിയെ കാണുന്നു. നാട്ടില് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകര് മൊഴിയെടുക്കുമ്പോൾ കുട്ടി വളരെ കൃത്യമായി പറയുന്നു, എന്റെ അധ്യാപകനാണ് എന്നെ പീഡിപ്പിച്ചത്. അത് പറയുമ്പോൾ പ്രതി കടവത്തൂരിൽ അങ്ങാടിയിൽ അങ്ങോട്ടിങ്ങോട്ട് നടക്കുക. ഞങ്ങൾ പറഞ്ഞു, പ്രതിയുടെ കണ്ണുനിൽ നിൽക്കുന്ന പോലീസിനെ പിടിക്കണം. പോലീസ് പിടിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി, ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ കയ്യെഴുത്ത് പോസ്റ്ററുകൾ പതിച്ചു. ടീച്ചറെ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ആഭ്യന്തരം, ഞാൻ ഒന്ന് പറയാം, ആഭ്യന്തരവും പോലീസും ഇതൊന്നും ഒരുത്തന്നെ അച്ചുവിടുന്ന് കൊണ്ടുവന്നതല്ല, ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ വക. പിന്നെ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ വന്ന് അവകാശത്തിൽ നിങ്ങൾ പറഞ്ഞോ? ആ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു, പ്രതിയെ പിടിക്കണം. പിടിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധ സൂചകമായി ആദ്യമായി കേരളത്തിന്റെ സമരമുഖത്തേക്ക് പാലത്തായി പീഡനം നടത്തിയ ആ നിർദ്ദിഷ്ടജീവിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കയ്യേറ്റ് പോസ്റ്റ് പതിച്ചു. നിങ്ങളെ പോലീസ് ഉണ്ടല്ലോ, നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളെ പോലീസ്, അവർ വന്ന പോസ്റ്റർ കീറി മാറ്റിയപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അന്ന് ആ പ്രകടനത്തിന്റെ വീഡിയോ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ പാർട്ടിക്കാരനല്ലാതായിരുന്നിട്ടും മുസ്ലിം ലീഗുകാരനായിട്ടും ഞങ്ങൾ പ്രകടനത്തിൽ കയറിയുന്ന ചെറുപ്പക്കാരൻ അറിയോ നിങ്ങൾ ടീച്ചറെ? എന്തിനാണ്? നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങളെ ടീച്ചർ അമ്മയെന്നല്ലേ വിളിക്കുന്നത്? ഒരു കേസ് നാട്ടിൽ നടന്നു, ഒരുപാട് അട്ടിമറികൾക്ക് ശ്രമങ്ങളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ശ്രീജിത്ത് ഉണ്ടല്ലോ, ADGP, അദ്ദേഹം മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് വലിയ ഫോൺ സംഭാഷണം നടത്തിയില്ലേ? ഇന്നും ആ ഒരു ഫോൺ സംഭാഷണം യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. വിശദമായി നിങ്ങളൊന്ന് കേൾക്കും. അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പപ്പൻ എന്ന് പറയുന്ന നികൃഷ്ടജീവി തമ്മാടിയാണ്, പപ്പൻ എന്ന് പറയുന്ന നികൃഷ്ടജീവി വർഗീയവാദിയാണ്, പപ്പൻ എന്ന് പറയുന്ന നികൃഷ്ടജീവി എനിക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്തു കഴിയുമായിരുന്നു, അതിന് അധികാരം എനിക്കില്ല, അത്രപോൽ തമ്മാടിയാണെന്ന് ആ സംഭാഷണത്തിനിടെ ശ്രീജിത്ത് പറയാ. എന്നിട്ട് ശ്രീജിത്തിന് കുറ്റിയില്ലാത്ത, ഇപ്പുറത്ത് കുറ്റിയുള്ള ശുചിമുറി ഉണ്ടായിട്ടും അപ്പുറം പോയിട്ട് കുറ്റിയില്ലാത്ത ശുചിമുറി കാണിച്ചിട്ട് അങ്ങനെ കുറ്റിയിട്ടിട്ടില്ല എന്ന് എഴുതി പിടിപ്പിക്കണം അല്ലേ? ഞങ്ങളൊന്ന് പറയുന്നത് എല്ലാ അവകാശങ്ങളും അതിലിടപെട്ടവരെയും ഞങ്ങൾ അതിനുശേഷവും ഫേസ്ബുക്കിലേക്കും പറയുമ്പോൾ നിങ്ങളെ പോലെ ഞങ്ങൾക്ക് കൺഫ്യൂസ് ഇല്ല, വലിയ ഭീഷണിയില്ല, ഞങ്ങളെല്ലാം തുറന്നു പറയും. ആ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിനെ പരാമർശിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിനെയും മുസ്ലിം യൂത്ത് ലീഗിനെയും. എന്തിനേറെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിജിൽ മാർക്കറ്റിയുടെ പേര് പോലും ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞു. പക്ഷേ ഞാൻ എത്ര തെരഞ്ഞിട്ടും കാണാത്ത സഖാക്കളെ, നിങ്ങളെ സമരങ്ങളാ. നിങ്ങൾക്ക് ആ പ്രതി പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ശക്തമായ സമര പോരാട്ടവുമായി നിങ്ങൾ മുന്നോട്ട് വരില്ലേ? നിങ്ങൾ എത്ര സമരങ്ങൾ നടത്തി? ഇന്ന് സോഷ്യൽ മീഡിയയിലെ വിധി വന്നപ്പോ യൂത്ത് ലീഗുകാർ നടത്തിയ സമരത്തിന്റെ പോസ്റ്ററുകൾ അവരിടുന്നു, കോൺഗ്രസുകാരിടുന്നു, വെൽഫെയർ പാർട്ടിക്കാരിടുന്നു, എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. എന്തേ നിങ്ങളത് മാത്രം കാണാത്തത്? ഇപ്പൊ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യും. പക്ഷെ ഞങ്ങൾ പറയുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകൻ ഒരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. വളരെ ഖേദകരമെന്ന് പറയട്ടെ. മറ്റൊരു കേസുണ്ടല്ലോ പാലത്തായില്, പറയണ്ടെന്ന് കരുതുമ്പോ പറയിപ്പിക്കുന്ന പ്രസ്താവനകളുമായി വന്നാൽ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ഞങ്ങൾ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയം പറയുന്നവരാ. പാലത്തായി മറ്റൊരു കേസുണ്ടല്ലോ, ഇതേപോലെ ഒരു പിഞ്ചു ബാലികയെ പീഡിപ്പിച്ചത്. ഞങ്ങൾ ഇടപെടുമ്പോ ഞങ്ങളെ തട്ടിമാറ്റാൻ ഞങ്ങൾ പറ്റില്ല. ഒന്നുകൂടെ ഓർമ്മയിൽ വരുമ്പോ പറയാം, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആ വിഷയത്തിൽ നിങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വന്ന് ആ കുട്ടിയുടെ മാമൻ കണ്ടു. ഞങ്ങൾ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയക്കാരെന്ന് ഇടപെടേണ്ട കേസല്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കോടതിയും കേസും പോലീസൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് ചില ആളുകളോട് ചോദിക്കുന്നത്. നമ്മൾ വലിയ പഠിച്ചോനായതുകൊണ്ടല്ല. ഒരുപാട് കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ട് 30 വർഷക്കാലം തലശ്ശേരി കോടതി വരാന്തയിലും കല്ലാച്ചി കോടതി വരാന്തയിലും മറ്റ് കോടതി വരാന്തകളിലും കയറി ഇറങ്ങേണ്ടി വന്നൊരു വിനീത സാധുവാണ് ഞാൻ.
ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ എന്റെ സ്റ്റേജ് കെട്ടിയ കാല് പുറത്ത്, അതിനൊരു കേസ്. ഞങ്ങള് ഡീസലിന് പെട്രോളിന് വില വർദ്ധിച്ചാൽ, ഞങ്ങൾ പ്രതിഷേധിച്ചാൽ അതിന് കേസ്. ഫലസ്തീനിലെ പിഞ്ചു മക്കളെ ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രം കൊന്നു തള്ളുമ്പോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിങ്ങത്തുരങ്ങാടിയിൽ ഒരു സിന്ദാബാദ് വിളിച്ചാൽ അതിന് കേസ്. നിങ്ങൾ പറഞ്ഞ പോലത്തെ ബലാത്സംഗ കേസല്ല കേട്ടോ, കള്ളക്കേസല്ല, ദുബായിൽ നിന്ന് പണം പറ്റിച്ച് വന്ന കേസല്ല, സ്വർണ്ണപ്പീടികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച് പറ്റിച്ച കേസല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുജാഹിദിന്റെ നേതാവിനെ പോലും ഈ രാജ്യത്തെ ഭരണകൂടം വേട്ടയാടുന്നത് കണ്ടപ്പോ കടവത്തൂർ അങ്ങാടിയിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് ഞങ്ങളെ പേരിൽ കള്ളക്കേസ്. അങ്ങനെ 30 വർഷക്കാലമായി കൃത്യമായി തലശ്ശേരി കോടതിയിൽ എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ 15 ദിവസവും കോടതി മുറ്റത്തായിരുന്നു നിങ്ങൾ വരാൻ തരും. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്നു നമുക്കറിയാം. വൈകിട്ട് 3 മണിക്കേ വിളിക്കുള്ളൂ. അപ്പൊ അവിടെ നടക്കുന്ന വിചാരങ്ങളൊക്കെ എങ്ങനെ സകൂലം ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ചില നടപടിക്രമങ്ങൾ ആ കുട്ടിയുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കണം, ജയിൽ ടൈമിൽ പോകണം, ഇതാണ് അതിന്റെ നടപടി, അല്ലാതെ ഇതിന് വേറെ ആവശ്യമില്ല. അവരെന്റെ വഴിക്ക് പോയി. പക്ഷെ അവൻ അങ്ങനെ പോയപ്പോ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് അതിൽ കാണിച്ച അലംഭാവമാണ് ഇത് സമരത്തിലേക്ക് പോയത്. ടീച്ചറെ, നിങ്ങൾ ആരും കൂട്ടിക്കൊടുക്കുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കേവലം രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആക്ഷേപങ്ങൾ ഉന്നയിക്കരുത്. അപ്പൊ ഞങ്ങളതിൽ എടുത്ത റോളതാണ്. അപ്പൊ പിന്നെന്താണ് അവിടെ? 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമാണല്ലോ CPM-ഉം ലീഗും കോൺഗ്രസും വിഷയം അറിയുന്നതും അവിടെ പോകുന്നതൊക്കെ. ഞങ്ങളെ മാറ്റി നിർത്തണമെന്നാണ് ആദ്യത്തെ ആവശ്യം എല്ലാവരുടെയും. ഞങ്ങൾ മാറി നിന്ന് കൊടുത്തു. കാരണം ഞങ്ങൾ പോയത് നാറോള് മുഹമ്മദിന്റെ ഒരു ബാക്കെഞ്ചിൻ ഓട്ടോറിക്ഷ. അത് 8 മണിക്ക് തന്നെ കുരുങ്ങി ഊല മുറിയുന്ന ഓട്ടോറിക്ഷ. പിന്നെ വന്നതല്ല വലിയ വാഹനങ്ങളാണ്, ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ, അങ്ങനെ കുറെ സാധനം. അപ്പൊ ഈ സാധുക്കളായ ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഏതായാലും അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം, ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. ആക്ഷൻ കമ്മിറ്റിയിൽ SDPI പാടില്ല. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, SDPIക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല ആക്ഷൻ കമ്മിറ്റി കയറാൻ. പക്ഷെ അവിടെ മറ്റൊരു ശ്രമം നടക്കുകയാണ്. BJPയുടെ ആ മേഖലയിലെ ഒരു നേതാവിനെ ആക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഈ പറയുന്ന CPM-ഉം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട ആൾക്കാരെ ആ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് BJPയുടെ നേതാവിനെ ഉൾപ്പെടുത്താനുള്ള ശ്രമം. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ നിങ്ങള്? ആ കുട്ടിയുടെ വീടിന്റെയും പരിസരങ്ങളിലും നല്ല ചുണയുള്ള നട്ടലുള്ള ആൺകുട്ടികളുണ്ട് ആ പ്രദേശത്ത്. ആ മക്കളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങളെ മാറ്റി നിർത്തിയിൽ നമുക്ക് ഒരു വിഷമമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ആക്ഷൻ കമ്മിറ്റിയിൽ RSSന്റെ നേതാവ് പ്രതിയായ കേസിലെ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? RSSന്റെ നേതാവിനെ ഉൾപ്പെടുത്താൻ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ സമ്മതിക്കരുതെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരെ തടഞ്ഞതിന്റെ പേരിലാണ് ആ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് BJPക്കാരൻ RSSകാരനെ മാറ്റി നിർത്തിയത്. ഇല്ല, ഇവരായാലും കൂട്ടം കൂടും, ഇല്ലെങ്കിൽ ഒരു വട്ടമേശം കൂടും, ഇവരത് ഒതുക്കും. അത് ഒതുക്കുമെന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സമാനമായ സംഭവം പാലത്തായിലുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ആ കേസ് ഒന്ന് ഒത്തുതീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കാത്ത ആരാ ഉള്ളത്? ലീഗുകാരെ വിളിച്ചിട്ടില്ലേ? പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ചിട്ടില്ലേ? കോൺഗ്രസുകാരെ വിളിച്ചിട്ടില്ലേ? ഇടതുപക്ഷക്കാരെ വിളിച്ചിട്ടില്ലേ? ഞങ്ങളെ വന്ന് കണ്ടിട്ടില്ലേ? ആ കേസ് തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താ? എന്റെ ഉപ്പയുടെ പേര് വായോത്ത് നരിക്കുട്ടി അബ്രു എന്ന. ഞാൻ പറയുന്നു, നിങ്ങൾ കളവ് പറയില്ലെങ്കിൽ, ഒറ്റ തന്തക്ക് പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ലെന്ന്. നിങ്ങൾ വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ മറുപടി, എന്റെ വീട്ടിലുമുണ്ട് പെൺകുട്ടികൾ, നിങ്ങളെ വീട്ടിലുമുണ്ട് പെൺകുട്ടികൾ. നീചമായ പ്രവൃത്തിയാണ് സംഭവിച്ചത്. ഒരു കാരണവശാലും ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവരുതെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ കടവത്തൂരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശുക്ര നക്ഷത്രാങ്കിത രക്തഹരിത പതാക ഉയർത്തിപ്പിടിക്കുന്നവരല്ലാതെ വേറൊരു കൂട്ടരുമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ലാഭം നല്ലോണം അറിയാമേ. ഞങ്ങൾ നിങ്ങളെ കൂടെ കിടന്നുറങ്ങിയവരാ. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അറിയാം. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന കടവത്തൂരിന്റെ പൗരാവലി, നിങ്ങൾ എന്തിന്റെയൊക്കെ പേരിൽ മക്കളെ വിഷയൊക്കെ അവിടെ ഉണ്ടാവുന്നേ.
ഏതെല്ലോ സംഗതിയിൽ നമ്മളെ ഭയപ്പെടുത്തുമോ, നിങ്ങൾ ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരണം, ഭയത്തിൽ നിന്ന് മോചനം നേടണം, തുറന്ന് പറയണം നമുക്ക്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ തീവ്രവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളോട് പറയട്ടെ, ഈ കടവത്തൂരിന്റെ ചരിത്രം പറയുമ്പോ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്, വീണ്ടും പറയുന്നു. ഈ ലോകത്ത് തന്നെ കേട്ടുകേൾവിയില്ലാത്ത ആക്രമണത്തിന് നേതൃത്വം കൊടുക്കപ്പെട്ടത് കടവത്തൂരിലെ എഴുത്തോട് പാലത്തിനടുത്ത് അജ്ജാജിമാരെ ആക്രമിച്ച CPM തീവ്രവാദികളെ, നിങ്ങളല്ലേ തീവ്രവാദികൾ? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കടവത്തൂരിൽ, ഒരു വാഴ കൃഷി നടത്താൻ പറ്റാത്ത, ഒരു കവുങ്ങ് കൃഷി നടത്താൻ പറ്റാത്ത, ഒരു തെങ്ങ് കൃഷി നടത്താൻ പറ്റാത്ത ഒരു കാലഘട്ടം കടവത്തൂരിൽ ഉണ്ടായിരുന്നു. കടവത്തൂരിലെ പൗരാവലി പ്രതിരോധിച്ച് നിന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്. ആ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ SDPI തീവ്രവാദികൾ എന്ന് വിളിച്ചാൽ മറുപടി പറയും സഖാക്കളെ ഞങ്ങളും. അത് ജയരാജൻ പറഞ്ഞാലും ശശികല പറഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചറമ്മ പറഞ്ഞാലും SDPI മറുപടി പറഞ്ഞിരിക്കും.